ഹായ് ഗൈസ്, സോ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജും ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലും കൂടെ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നു. ഈ റീൽസൊക്കെ ചെയ്യാനുണ്ടോട്ടെ ഈ പോർട്രേറ്റ് മോഡ്. അടുത്തത് എന്തായാലും ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും, പേടിക്കണ്ട. സോ നമ്മൾ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ കയറിയപ്പോൾ തന്നെ അറബിക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നാഷണൽ ഡേ ആയതുകൊണ്ട്. പക്ഷേ ഗ്ലോബൽ വില്ലേജിൽ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നമ്മൾ കയറിയതും കുറേ നടന്നു. അവിടെ ഏത് പവലിയനാണെന്ന് ഓർമ്മയില്ല, അവിടെ ഈ സാധനം കഴിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു എന്നെ ആദ്യം കടിക്കാനുണ്ടോ. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ ഫിയാൻസിൻ്റെ ചാറ്റാണ്. ഞാൻ ഈ സാധനത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അവളെനിക്കത് പറയാൻ പഠിപ്പിച്ചു തന്നാണ്. സോ ഗൈസ്, ഇറ്റ്സ് കോൾഡ് ലുഖൈമത്ത്. ഞാൻ പ്രൊണൗൺസ് ചെയ്തത് കറക്റ്റാണെന്ന് തന്നെ തോന്നുന്നു. പക്ഷേ സാധനം നല്ല ടേസ്റ്റ് ആയിരുന്നു, സ്വീറ്റ് ആൻഡ് സോൾട്ട്. ഇത് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ, ടർക്കിഷ് പവലിയനാണ്. അവിടെ എല്ലാം ഭയങ്കര ചെറുതാണ്, പക്ഷെ ഭയങ്കര പീസ്ഫുള്ളാണ്. തിരക്കില്ല, നന്നായി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ഗ്ലോബൽ വില്ലേജാണ്. ഇവിടെ എല്ലാം ഭയങ്കര വലുതായിരുന്നു. നാഷണൽ ഡേ ആയതുകൊണ്ട് ഭയങ്കര റഷും ഉണ്ടായിരുന്നു. ഗ്ലോബൽ വില്ലേജിലെ പവലിയനിലും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലെ ടർക്കിഷ് പവലിയനിൽ ലൈവായിട്ട് ക്യാൻഡി മേക്കിംഗ് ആണത്. എൻ്റെ ഫേവറേറ്റ് ഫ്രെയിമാണത്. ആ താഴെ നിൽക്കുന്ന കൊച്ചുകുട്ടിയും എൻ്റെ ഫിയാൻസയും ആൾ ക്യാൻഡി ഉണ്ടാക്കണം നോക്കിയിട്ട് അന്തം വിട്ടുക. ഇത് മാത്രമല്ല കേട്ടോ, അവിടെ പലതരം ഫുഡും ഉണ്ടായിരുന്നു ഗൈസ്. എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. ഇത് ഗ്ലോബൽ വില്ലേജിൽ ടർക്കിഷ് ഐസ്ക്രീം കഴിക്കുന്ന സീനാണ്. കുറേ എന്നെ ഉറപ്പിച്ച് വട്ടം കളിപ്പിച്ച് പേപ്പർ വരെ തീറ്റിച്ച് എന്നിട്ടാണ് ഐസ്ക്രീം കിട്ടിയത്. സെയിം എൻ്റെ ഫിയാൻസിനെയും കുറേ ഉറപ്പിച്ച്, പാവം. സാധനം ഭയങ്കര ഓവർ പ്രൈസ്ഡുമാണ്. ഗ്ലോബൽ വില്ലേജിലും ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ബർഗർ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് റിപ്ലൈ തന്ന എൻ്റെ ഫിയാൻസിയാണത്. ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് നടന്നൊരു അൺഎക്സ്പെക്റ്റഡ് മൊമെൻ്റാണിത്. ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആകാശത്ത് കുറേ ഡ്രോൺ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സർപ്രൈസ് ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് ക്യാൻഡിയൊക്കെ കഴിച്ചിട്ട് അവൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാഷണൽ ഡേ വിഷസ് വന്നതിന് ശേഷം ഒരു കിടിലം ഫയർ വർക്സ് ഉണ്ടായിരുന്നു. വാവ്! ഫയർ വർക്സ് മാത്രമല്ല, ഷീ വാസ് ലുക്കിംഗ് മോർ വാവ്. ഐ വാസ് ലുക്കിംഗ് അറ്റ് ഹെർ. സോ ഫയർ വർക്സ് കണ്ടതിന് ശേഷം ഒരു ഫോട്ടോ എടുത്തിട്ട് വി ഗോട്ട് ഔട്ട്. ഗ്ലോബൽ വില്ലേജിൽ ആ കാണുന്ന റൈഡിൽ എന്നോട് കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് ഒഴുകണ സീനാണത്. എന്നെ പിടിച്ചു വലിച്ച് ആ റൈഡിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിനോട് ഫയർ വർക്സ് ഉണ്ടായി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ഞങ്ങൾ പിന്നെ അവിടെ കുറേ നേരം നിന്ന് ഫയർ വർക്സ് എൻജോയ് ചെയ്തു. ഇത് ഗ്ലോബൽ വില്ലേജാണ്, അവിടെയും ഫയർ വർക്സ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങളെന്തായാലും നന്നായി എൻജോയ് ചെയ്തു. കണ്ടില്ലേ, ഹാപ്പി വൈഫ് ഹാപ്പി ലൈഫ്. പിന്നെ ഞാൻ ആ റൈഡിനോട് ബൈ പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ അവർ കപ്പിൾ ഗോൾസ് കളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ നമ്മൾക്കും കപ്പിൾ ഗോൾസ് കളിക്കാമെന്ന്. അവർ പിന്നെയും കപ്പിൾ ഗോൾസ് കളിച്ചു ഗൈസ്. എന്നിട്ട് അവർ ഇന്ത്യയിലേക്ക് നടന്നുപോയി. ഞങ്ങളപ്പോൾ വെറൈറ്റിക്ക് ചൈന വരെ പോയി കപ്പിൾ ഗോൾസ് കളിക്കാൻ. പിന്നെ ഗ്ലോബൽ വില്ലേജ് മൊത്തം കാണണമെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് എന്തായാലും വേണ്ടി വരും. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു. ഞങ്ങളുണ്ടല്ലേ കറങ്ങി കാണുന്നത്. അറ്റ് ലാസ്റ്റ് കുട്ടിയെ ഉറക്കം വന്നു. അപ്പം ഞങ്ങൾ പോയി കുറച്ച് നേരം ഇരുന്ന് കുറേ സംസാരിച്ച്. ആൻഡ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഗ്ലോബൽ വില്ലേജ്. ഞങ്ങളെന്തായാലും രണ്ടും നന്നായി എൻജോയ് ചെയ്തു. ആൻഡ് എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്ട്രാ എൻജോയ്മെൻ്റ് ആയിരുന്നു, ലൈക്ക് സീയിങ് എവറിത്തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഇഫ് യു ഗൈസ് ലവ് ദ ക്രൗഡ്, go to Global Village. If you guys don't love the crowd, go to Sheikh Said Festival. Yay. Bye. See you in the next vlog.